വയനാട്ടിലെ ദുരന്തഭൂമിയിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. മണ്ണിടിച്ചിലിൽ ഇനി കണ്ടെത്താനുള്ള 5 പേർക്കായി കെടാവർ നായ്ക്കളെ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഉച്ചയോടെ ദുരന്തബാധിത മേഖലയിൽ എത്തും. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായി തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? അതോടൊപ്പം ഉച്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്ഥലത്തെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ രോഹിണി, ഈ കള്ളാടി ദുരന്തത്തിൽ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരന്തരം മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ച് കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ, അതായത് മീനാക്ഷി പാലത്തിന് തൊട്ട് താഴെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ ഓരങ്ങളിൽ ഈ മുകളിലെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വെച്ചിരുന്ന പല ഇരുമ്പ് ഉപകരണങ്ങളും ഈ ഒരു മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ താഴേക്ക് ഒഴുകിയെത്തി പുഴയിലേക്കടക്കം വന്ന് വീണിട്ടുണ്ട്. അതിന്റെ പുഴയുടെ കരയിലടക്കം വന്ന് അടിഞ്ഞിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ, ആ പുഴയുടെ തീരത്തടിഞ്ഞ സാധനങ്ങളൊക്കെ അതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘം, പരിചയസമ്പന്നരായ ആളുകൾ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനുള്ളിലൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പുഴയിൽ ഇറങ്ങിക്കൊണ്ട് വലിയ തോതിലൊരു പരിശോധന അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഈ മുകളിൽ മണ്ണെടുത്തുകൊണ്ട് ഈ മണ്ണിനടിയിൽ ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഈ വന്നടിഞ്ഞ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തി സജീവമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ കാണിക്കുക. അവിടെ വലിയ തോതിൽ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് അല്പം ഒരു ആശ്വാസം വന്നത്. ആ മഴ, അത്രയും നേരം പെയ്ത മഴയുടെ ഒരു വെള്ളമാണ് നമുക്ക് മുകളിൽ നിന്നൊക്കെ കാണാം. മാത്രമല്ല ആ ക്രഷറിൻ്റെ ചില ഉപകരണങ്ങൾ വെച്ചതിൻ്റെ പിൻഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് അല്പസമയം മുമ്പ് വരെ അത് തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് താഴോട്ട്. അതിന് തൊട്ട് താഴെ തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ സജീവമായി തന്നെ നടക്കുകയും ചെയ്തു. തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത്, ആ പായ മൂടിയ നിലയിൽ കാണുന്നതാണ് ഈ കൂട്ടിയിട്ട മണ്ണ്. അതിന് തൊട്ട് സമാനമായ രീതിയിൽ തൊട്ടിപ്പുറത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നു. അത് ഇളകിയപ്പോഴാണ് തൊട്ട സമീപത്തുള്ള കുന്നടക്കം ഇടിഞ്ഞ് താഴേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായത്. ആ മണ്ണിടിച്ചിലിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നത് തന്നെയാണ് താഴ്ഭാഗത്തെ കാഴ്ചകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് സാധനങ്ങൾ താഴേക്ക് അടിച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 5 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് സജീവമായി തന്നെ നടക്കുന്നത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. അതായത് ഈ കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ആ തിരച്ചിലിൻ്റെ ഭാഗം തന്നെയാണ് പുഴയിൽ ഇറങ്ങിയും അതുപോലെ തന്നെ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ തിരച്ചിലിൽ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ NDRFനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഇപ്പോൾ ഉള്ളത്. രോഹിണി. ശരി മിഥുൻ. അരുൺ കൊടുങ്ങൂറിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, ഈ രക്ഷപ്പെട്ടവരുടെ വാക്കുകൾ അല്പസമയം മുൻപ് അവർ ജനം TVയോട് പ്രതികരിച്ചപ്പോൾ അത് അങ്ങേറ്റം ഭയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെടുന്നത്. പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ആരൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ അവ്യക്തത തുടരുകയാണല്ലേ? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. പക്ഷേ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. 5 പേർ മാത്രമാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ രക്ഷിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 4 സോണുകളായി തിരിഞ്ഞുകൊണ്ട് NDRFന്റെ പ്രത്യേക സംഘം, പ്രത്യേക പരിശീലനം നടത്തിയ സംഘമാണ് ഇവിടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. 66 അംഗ ടീമാണ് വയനാട് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിൽ ക്യാമ്പ് ചെയ്യുന്ന സംഘങ്ങളാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് സന്നദ്ധ സേവകരൊക്കെ തന്നെയും ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴ ഒരു വലിയ ആശങ്കയാണ് തീർക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരിക്കേറ്റവരുടെ ആ വാക്കുകൾ ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക, അതിൻ്റെ ഒരു വലിയ ആഘാതത്തിൽ നിന്നും ഇതുവരെയും അവരാരും തന്നെ മുക്തമായിട്ടില്ല. അത്ര വലിയ ഒരു ദുരന്തമായിരുന്നു കൺമുന്നിൽ അവർ കണ്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം തകർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അവർ പറയുന്നത്.
ഇഴയ്ക്കാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അത്ര വലിയൊരു ദുരന്തത്തിനെ മുന്നിൽ കണ്ടുന്ന ആ ഒരു ഞടുക്കത്തിൽ നിന്ന് അവരാരും തന്നെ മുക്തമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൾക്ക് ഒപ്പം തന്നെ 7 പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു SIക്ക് പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റുന്നു. അദ്ദേഹത്തെ അല്പസമയങ്ങൾക്ക് മുമ്പ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ അവസ്ഥയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് കൂടിയുണ്ട്. നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നിലവിൽ 7 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഹിണി. ശരി, അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.